ഇന്ത്യൻ സിനിമയിലെ നക്ഷത്രങ്ങളായി മാറിയ അഭിനേതാക്കളിൽ പലരും അനുപമയ്ക്കൊപ്പം ഇതേ ഗുരുകുലത്തിൽ പഠിച്ചവരായുണ്ട്. പ്രഗത്ഭരും പ്രശസ്തരുമായ ഒത്തിരി പേർക്കൊപ്പം വേദി പങ്കിടാനുള്ള ഭാഗ്യവും ചെറുപ്രായത്തിൽ തന്നെ ഈ നർത്തകിക്ക് കൈവന്നു. നൃത്തം ഇവർക്ക് അന്നും ഇന്നും ആത്മാവിൽ അലിഞ്ഞു ചേർന്നതാണ്. ഞങ്ങളുടെ സീനിയേഴ്സ് അന്ന് ഉണ്ടായിരുന്നത് ഹിന്ദിയിലെ ഇപ്പോൾ ഉണ്ടായിരുന്ന സീനിയർ രേഖ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് MG പത്മിനി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കളിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒബ്സർവേഷനാണ്. ചില സന്ദർഭങ്ങളിൽ മാത്രം മാസ്റ്റർ റിഹാസൽസ് സമയത്ത് അവർക്ക് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ ഞങ്ങൾ കൊച്ചുകുട്ടികളായ കാരണം അവോയ്ഡ് ചെയ്യാറുണ്ട്. എന്നാലും ഞങ്ങൾ മാസ്റ്ററുടെ ഓഫീസ് റൂമിലേക്കൊക്കെ ജനലിൻ്റെ മുകളിലേക്കൊക്കെ കയറി അത് കണ്ട് പഠിക്കാനുള്ള ആഗ്രഹം കാരണമാണ് അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഞാൻ ഇത്രയും കൂടി പ്രായം ആവുമ്പോഴേക്ക് മാസ്റ്ററുടെ എല്ലാ ബാലേസിലും ചെറിയ ചെറിയ റോൾ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യിച്ച് തുടങ്ങി. അപ്പോൾ ചെറിയ ക്യാരക്ടറാണെങ്കിലും നമുക്ക് അതിൽ പങ്കെടുക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമുക്ക് മാസ്റ്ററുടെ കമ്പോസിങ്ങിലേക്ക് എന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. മാസ്റ്റർ എന്നെ വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ്, അഷ്ടപതി, ബൃന്ദാവനിലെ, അങ്ങനെ പരുലന്നമാട്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അന്ന് ഞാനും ബാലയാണ് ഈ കമ്പോസിങ്ങിനെ കൂടുതൽ മാസ്റ്റർക്ക് കമ്പോസിങ് ആർട്ടിസ്റ്റായിട്ട് നിന്നത്. ബിക്കോസ് ഞങ്ങൾ അവിടെ തന്നെ താമസിക്കുന്ന കാരണം മാസ്റ്റർക്ക് ഏത് സമയത്ത് മൂഡ് വരുന്നോ ജസ്റ്റ് മാസ്റ്റർ ഒന്ന് വിളിക്കും, അനുമ അല്ലെങ്കിൽ ബാല എന്ന് വിളിക്കും. അങ്ങനെ ഞങ്ങൾ വരും ചെയ്യും. അതായത് മാസ്റ്ററുടെ ഉള്ളിൽ നിന്ന് മാസ്റ്ററുടെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയ്ക്കും ഞങ്ങളുടെ തമ്മിലുള്ള ഒരു ആത്മബന്ധം അങ്ങനെ ആയിരുന്നു. മാസ്റ്റർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കാനുള്ള ഒരു കഴിവ് മാസ്റ്റർ ഉണ്ടാക്കി തന്നു ഞങ്ങൾക്ക്. ഗുരുവിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നത് നമുക്ക് ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല ഒരു സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നർത്തകിയായി പേരും പ്രശസ്തിയും നേടുമ്പോഴും സിനിമയുടെ മായിക ലോകത്ത് എത്തണമെന്ന വിചാരമൊന്നും ഉള്ളിൽ കൊണ്ട് നടന്നിരുന്നില്ല. തേടി വന്ന അവസരങ്ങൾക്ക് നേരെയൊക്കെ പലവട്ടം മുഖം തിരിച്ചതുമാണ്. അടുത്തും അകന്നുമായി നിന്ന സിനിമ ഒടുവിൽ ഈ കലാകാരിയെ തൻ്റെ അരങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക തന്നെ ചെയ്തു. ഒട്ടും വിചാരിക്കാണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. എൻ്റെ അക്കാഡമിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ ആണ്. അവരുടെ വീട്ടിൽ ആരോ ആവശ്യപ്പെട്ടു, അവർക്ക് അറിയുന്നവർ ആരോ ആവശ്യപ്പെട്ടു ഒരു നല്ല കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് എത്രയോ വേറെ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ ശങ്കരാഭരണത്തിൻ്റെ ഡയറക്ടർ തൊട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാപ്പു, വിശ്വനാഥ് സാറ്, അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും എൻ്റെ അച്ഛനക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ ഗുരുവിന് ഒട്ടും താല്പര്യമില്ല. എൻ്റെ അച്ഛൻ അന്ന് സുഖമില്ലാണ്ട് മദ്രാസിലെ ഹോസ്പിറ്റലിലാണ്. അന്ന് എൻ്റെ മൂത്ത ചേട്ടനും എല്ലാവരും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് എൻ്റെ ചേട്ടനും ഞാനും അച്ഛനക്ക് ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊണ്ടുപോകുന്ന ആ പേര് വെച്ചിട്ട്, അല്ലാണ്ട് മാസ്റ്റർ വിടില്ല പുറത്തേക്ക്. അങ്ങനെ ഞങ്ങളുടെ കാറിൽ അവർ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഒരു റിലേറ്റീവ്, അമ്മയുടെ ഒരു ചേട്ടനായിട്ട് വരുന്ന പുണ്ടരീകാക്ഷയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസറാണ് അവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ല, പേടിയാണ്. പിന്നെ അങ്ങനെ പോകുന്നു, അവർ കാണുന്നു, എൻ്റെ ഒരു ഹൈറ്റ് മെഷർമെൻറ്റ് എടുക്കുന്നു, നമ്മൾ പറഞ്ഞു വിടുന്നു. നമുക്ക് ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞിട്ട് ഹൈറ്റ് മതിയായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വന്നു. പിന്നെ എൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഡയറക്ടർ വന്നു, ശ്രീനിവാസ കല്യാണം. അന്ന് ഞാൻ പാർവതിയും എരുക്ക ആയിരുന്നു അതിൽ ചെയ്തത്. അപ്പോൾ ആൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത്. മലയാള സിനിമയിലേക്കുള്ള അനുപമയുടെ വരവ് നായിക കഥാപാത്രമായി ചമയം ഇട്ടുകൊണ്ട് തന്നെയാണ്. മോഹൻ എന്ന മലയാളത്തിലെ പ്രഗത്ഭ സംവിധായകന്റെ 2 ചിത്രങ്ങളിൽ ഈ കലാകാരി അഭിനയിച്ചു. പിന്നാലെ മൂവി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അനുപമ പിൻവാങ്ങുന്നതാണ് കണ്ടത്. അഭിനയത്തോടുള്ള വിരക്തി കൊണ്ടായിരുന്നില്ല അത്. മോഹൻ എന്ന സംവിധായകന്റെ ജീവിത നായികയാകാൻ അഭിനയം ഉപേക്ഷിക്കുകയായിരുന്നു ഇവർ. 2 പെൺകുട്ടികളുടെ ഡയറക്ടറാണ് ഇന്ന് എൻ്റെ ഭർത്താവ്. 2 പെൺകുട്ടികൾ നടക്കുന്ന സമയത്ത്, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഡയറക്ടറിന് ഒരു മോഹം ഉണ്ടായിരുന്നു എന്നോട്. പക്ഷേ എനിക്കതറിയില്ലായിരുന്നു. എനിക്ക് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ശരിക്കും എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഷൂട്ടിംഗ് കഴിയുന്ന ലാസ്റ്റ് ഡേ എന്നോട് ചോദിച്ചിരുന്നു ഐ ലൈക്ക് ടു മാരി യു എന്നുള്ളത്. പക്ഷേ അന്ന് എനിക്ക് അത്രയും തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ ഒരു പ്രായമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് പറയുമ്പോൾ. ഞാൻ പറഞ്ഞു അയ്യോ ഇപ്പോൾ അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും വാടക വീട്ടിലേക്ക് എന്നെ ബുക്ക് ചെയ്യുന്നതും പിന്നെ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് കുറച്ച് കൂടുതൽ ഞാനായിട്ട് സംസാരിക്കുന്നത്. സംസാരമില്ലാത്ത കാരണം ലാംഗ്വേജ് ഒരുപാട് പ്രോബ്ലമായിരുന്നു. കുറേ തമിഴും ഇംഗ്ലീഷാണ് ഞങ്ങളുടെ ലാംഗ്വേജ് ഇങ്ങനെ കൊണ്ടുപോയത്. പിന്നെ വാടക വീട് കഴിഞ്ഞു, ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു.